നമസ്കാരം. നമ്മൾ നിരന്തരം ഒരു മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നിരന്തരം മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സദാ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഓരോ വിഷയവിചാരങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ മനസ്സ് ഏകാഗ്രപ്പെട്ടു തുടങ്ങും അല്ലേ? അപ്പോൾ മന്ത്രജപം കൊണ്ട് പാകപ്പെടുത്തിയെടുത്ത പക്വപ്പെടുത്തിയ നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലാണ് അല്ലേ? അവനവൻ്റെ കൺട്രോളിലാണ്. ഒരു നിശ്ചിത ചിന്താധാരയിൽ ഒരു പോയിന്റിനെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു നിശ്ചിത ചിന്താധാരയിൽ മനസ്സിനെ സജ്ജമാക്കി നിർത്തുന്നതാണ് മന്ത്രജപം. അപ്പം ഈ പരിശീലനം കൊണ്ട് മനസ്സിനെ ഇങ്ങനെ ഒരു പോയിന്റിൽ ഇങ്ങനെ ഒന്നിനെ കേന്ദ്രമാക്കി അങ്ങനെ നിർത്താൻ പറ്റും മന്ത്രജപം കാരണം. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അതിൻ്റെ ഒരു പരിശീലനമാണ് മന്ത്രജപം. നമ്മളൊരു വാക്ക് ഉച്ചരിക്കണമെങ്കിൽ അതിനൊരു രൂപവും ഒരു നാമവും ആവശ്യമാണ് അല്ലേ? അപ്പം ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആ ദേവതയുടെ രൂപവും ആ ദേവതയുടെ നാമവും മനസ്സിൽ ദൃഢമായിരിക്കും അല്ല, അങ്ങനെ നിന്നുകൊണ്ടിരിക്കും. അപ്പം മന്ത്രം ജപിക്കുന്ന വ്യക്തിയെ മാനസികമായിട്ട് ഉയർത്താൻ സഹായിക്കും. മന്ത്രജപം കൊണ്ട് മന്ത്രജപത്തിൻ്റെ രുചി അനുഭവിക്കുന്നത് കൊണ്ട് വീണ്ടും ആ മന്ത്രജപത്തിന് ഒരു മന്ത്രം ജപിക്കണം ഉള്ളൊരു ഉള്ളിൽ നിന്നും ഒരു പ്രേരണ അങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ? മന്ത്രം നിരന്തരം ഉരുവിടുമ്പോൾ ആ ഉരുവിടുന്നത് കൊണ്ട് ആ ഉരുവിടുന്ന വ്യക്തിയിൽ ഭഗവാനോടുള്ള പ്രേമം, ഭക്തി, അതെല്ലാം അയാൾ അറിയാതെ മന്ത്രജപം കൊണ്ട് അയാളിൽ വളർന്നുകൊണ്ടിരിക്കും അയാളറിയാതെ. അപ്പം ആരോടെങ്കിലും നമുക്ക് ഇഷ്ടം തോന്നാൻ കാരണം അവൻ്റെ അയാളോടുള്ള ചിന്തയുടെ ആഴം വർദ്ധിക്കുന്നത് കൊണ്ടാണ് അല്ലെ? കൂടുതൽ ഉള്ളത് കൊണ്ടാണ്. ഇപ്പം ഭഗവാനെക്കുറിച്ചുള്ള ചിന്തയാണ് നിരന്തരം ഉണ്ടാവുന്നതെങ്കിലോ ഭഗവാനോട് വല്ലാത്ത പ്രേമം, ഇഷ്ടം, ഭക്തി ഇതെല്ലാം ഉണ്ടാവും അല്ലേ? അപ്പം മന്ത്രം നിരന്തരം ജപിക്കുമ്പോൾ മനസ്സ് ആ മന്ത്രവുമായിട്ട് ഏകീഭവിക്കും, ഒന്നായി തീരും. അപ്പോൾ മറ്റ് വിഷയവിചാരങ്ങൾ, അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള സമയം അയാൾക്കുണ്ടാവില്ല. അയാൾക്ക് ആ സമയമേ ഉണ്ടാവില്ല. മനനാൽ ത്രായതേ ഇതി മന്ത്രഃ അല്ലേ? അപ്പം മനനം കൊണ്ട് ത്രാണനം ചെയ്യുന്നതിനാൽ മന്ത്രം അല്ലേ? അപ്പം മനനത്തിനാൽ രക്ഷയുണ്ടാവണം. ഇതാണ് ത്രാണനം. അപ്പം മനനം ചെയ്ത് സിദ്ധിക്കുന്നതായ ആ ദേവതാഭാവമുണ്ടല്ലോ, ആ ദേവതാഭാവം തന്നിൽ തന്നെ ഉണ്ടായിരുന്നു, തന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് തത്വമസി. ആ ബോധമാണ് തത്വമസി. തന്നിൽ ഉണ്ടായിരുന്നു അല്ലേ? അപ്പം ഇതാണ് ത്രാണനം അല്ലെങ്കിൽ രക്ഷിക്കൽ. അപ്പം മനനം കൊണ്ട് അപാരമായ ആ മന്ത്രശക്തിയെ നമ്മൾ പ്രാപിക്കുമ്പോൾ മന്ത്രമൂർത്തിയുമായി ഏകീഭവിച്ച് ആ ദേവതാഭാവം
പ്രത്യക്ഷീഭവിക്കും ആ ദേവതാഭാവം. അപ്പം ആ നിമിഷം സാധകനിൽ സാധനാ വൈഭവം പ്രകടമാകും. അതുകൊണ്ട് സാധനാ വൈഭവം പ്രകടമാകും. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഏത് വസ്തുവിനെ കുറിച്ചും ജ്ഞാനമുണ്ടാകുന്നത് വസ്തുവിൽ മനസ്സ് മുട്ടുമ്പോഴാണ്, അല്ലേ? മനസ്സ് അവിടെ എത്തുമ്പോഴാണ്. അപ്പം മനസ്സ് എവിടെ എത്തിച്ചേർന്നാലും അതിനെ മനസ്സിന് ബോധിക്കണം. അപ്പം മനസ്സ് എത്തിച്ചേർന്ന ഇടം മനസ്സിന് ബോധിക്കുന്നില്ലെങ്കിൽ, മനസ്സ് അറിയുന്നില്ലെങ്കിൽ മനസ്സ് അവിടെ എത്തിയിട്ടില്ല, അല്ലേ? മനസ്സ് അവിടെ എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സ് എത്തിയ ഇടം, മനസ്സ് എത്തപ്പെട്ട ഇടം, മനസ്സ് എത്തിച്ചേർന്ന ഇടം എല്ലാം ഒന്ന് തന്നെയാണ്, മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത്. ഈ ഇടം മനസ്സിന് നല്ലവണ്ണം ബോധ്യപ്പെടണം. മനസ്സ് എവിടെ എത്തി എന്ന് മനസ്സിന് ബോധ്യപ്പെടണം, അല്ലേ? അപ്പൊ അങ്ങനെ ബോധ്യപ്പെട്ടാൽ മാത്രമേ ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേ ജ്ഞാനം ഉണ്ടാവുള്ളൂ. അപ്പൊ മന്ത്രജപത്തിനാൽ മന്ത്രദേവതയുമായി ഏകീഭാവം സംഭവിക്കുന്നത്, ഒന്നായി തീരുന്നത് ജ്ഞാനത്തിനാൽ അറിയണം. അങ്ങനെ അറിഞ്ഞ ആ ജ്ഞാനത്തിൽ സ്ഥിരത വേണം. സ്ഥിരത കാരണം, ശ്രദ്ധിക്കണം, ആ സ്ഥിരത കാരണം ജ്ഞാനം സ്ഥിതി ചെയ്യുന്നത് അവനവനിൽ തന്നെ ആണ് എന്ന് ഒരു സംശയലേശം പോലുമില്ലാതെ, ഒരു സംശയത്തിനും ഇടവരാതെ ബോധ്യപ്പെടണം. ജ്ഞാനം അവനവനിൽ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ മന്ത്രജപത്തിലൂടെ ഇതെല്ലാം സാധ്യമാകും. അതുകൊണ്ട് നിരന്തരം മന്ത്രം ജപിച്ച് നമ്മുടെ സ്വരൂപത്തിനെ അറിയാനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.